ഉണ്ണിമൂന്നിൻ്റെ മേപ്പടിയാൻ എന്ന ചിത്രത്തിലെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണു മോഹൻ ഏറ്റവും പുതിയതായി ലാലേട്ടന് വേണ്ടി സംവിധാനിച്ച് ഒരുക്കുന്ന ചിത്രമാണ് L367 എന്ന ചിത്രം. പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളായിരുന്നു നിലവിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ജോർജിയയിൽ വെച്ച് ഈ വരുന്ന ജൂലൈ ലാസ്റ്റ് വീക്കോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടുകൂടി തന്നെയൊക്കെ തന്നെ സ്റ്റാർട്ട് ആകുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അന്യഭാഷയിൽ നിന്നുള്ള വലിയ വലിയ ആക്ടേഴ്സൊക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായി എത്തിക്കാനാണ് ചിത്രത്തിന് ടീം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചിത്രത്തിന് DOP ആയാലും മ്യൂസിക്കിലൊക്കെ തന്നെ ആയാലും ടോപ്പ് നോച്ചിലുള്ള ടെക്നീഷ്യൻസിനെ ഇൻഡസ്ട്രിയുടെ പുറത്തുനിന്ന് കൊണ്ടുവരാനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാംചരൺ ചിത്രങ്ങളിൽ പലവരുടെ ഫേവറേറ്റ് വൺ ആയിരിക്കും രംഗസ്ഥലം എന്ന ചിത്രം. സുകുമാർ എന്ന ഡയറക്ടർ പുഷ്പ പോലുള്ള വലിയ സിനിമ സംവിധാനം ചെയ്ത് വലിയൊരു ബ്രാൻഡ് ഡയറക്ടർ ആയെങ്കിൽ പോലും പുള്ളിയുടെ രംഗസ്ഥലം എന്ന ചിത്രത്തിന് സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട്. ആ ഒരു ചിത്രശേഷം ആ ഒരു രാംചരൺ സുകുമാർ കോമ്പോയിൽ മറ്റൊരു ചിത്രം വരാൻ പോവുകയാണ്. ഈ ഒരു പടത്തിന് ഇപ്പോൾ താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളത് RC-17 എന്നാണ്. ഇതും 2 പാർട്ട് ചിത്രമാണ്. ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മൂവി, ബട്ട് സെക്കൻഡ് പാർട്ടിലാണ് ബിഗ്ഗർ എക്സ്പാൻഷൻ ഒക്കെ തന്നെ നടക്കാൻ പോകുന്നത്. ഇത് മാസീവ് സ്കെയിലിൽ ഒരുങ്ങുന്ന ചിത്രമായിട്ട് തന്നെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2 പാർട്ട് ചിത്രങ്ങളിലായിട്ടും വലിയ രീതിയിലുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലു അർജുൻ്റെ രാഗ എന്ന ചിത്രത്തെ പറ്റി വലിയ അപ്ഡേറ്റും ഉണ്ടോന്നാണ്. പടത്തിന്റെ ഏകദേശം ഒരു 75% ശൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് തലവൻ 2 പറ്റിയാണ്. ജിസ്ജോയി ആസിഫ് അലി കോമ്പോയിൽ ഒരു പടം വരാൻ പോകുന്നുണ്ട്. ബട്ട് അതൊരു തലവൻ 2 എന്ന ചിത്രമല്ല. ആ ഒരു തലവൻ 2 എന്ന ചിത്രം നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നാണ് ചിത്രത്തിന്റെ ഡയറക്ടർ ജിസ്ജോയി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ചോദിച്ചുള്ളത് ബാഹുബലി 3 എന്ന ചിത്രത്തെ പറ്റിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിലെ ബാഹുബലി 3യുടെ കാർഡ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അടുത്തത് ചോദിച്ചിട്ടുള്ളത് സൂര്യ 47 എന്ന ചിത്രത്തെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പടത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന ജൂലൈ മാസത്തോടെ തീർക്കാനാണ് ചിത്രത്തിന്റെ ടീം നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഇയർ പൊങ്കലാണ് ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുള്ളത്. അടുത്തത് ചോദിച്ചുള്ളത് ശക്തിശാലി എന്ന ചിത്രത്തിന്റെ ടീസറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. മിക്ക വീഡിയോസിലും ആ ഒരു കമന്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴായിരുന്നു ആ ഒരു ചിത്രത്തിന്റെ ടീസർ വരുന്ന ഒക്ടോബർ മാസം റിലീസ് പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അല്ലു അർജുൻ്റെ ലീഡ് ലോകേഷിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് A23 എന്ന ചിത്രം. ഈ ഒരു പടത്തിന്റെ ടെസ്റ്റ് ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇന്ന് മുംബൈയിൽ വെച്ച് നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും ഇപ്പോൾ ലോകേഷ് ഇപ്പോൾ ലീഡ് റോളിൽ എത്തുന്ന DC എന്ന പടത്തിന്റെ വർക്കുകളൊക്കെ തന്നെ ഇപ്പോൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ടെസ്റ്റ് ഷൂട്ടോട് കൂടി തന്നെ അല്ലു അർജുൻ്റെ ആ ഒരു പടത്തിന്റെ വർക്കിലോട്ട് ഇപ്പോൾ പ്രോപ്പർലി അല്ലെങ്കിൽ പുള്ളിയുടെ ഫുൾ ഫോക്കസ് കൊടുക്കുകയാണെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഡയസറെ പോലുള്ള സിനിമകൾക്ക് ശേഷം പ്രണവ് മോഹൻലാൽ ലീഡ് റോളിൽ എത്തുന്ന മറ്റൊരു പടത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പടം ഡയറക്ട് ചെയ്തൊരുക്കാൻ പോകുന്നത് 2018 പോലുള്ള സിനിമകളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ് ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. പ്രണവ് മോഹൻലാലിനോട് ഈ ഒരു പടത്തിന്റെ നറേഷനും പരിപാടികളൊക്കെ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ കരളിയുള്ള പ്രണവ് മോഹൻലാലിൻ്റെയും ജൂഡ് ആന്റണിയുടെ ഒക്കെ തന്നെ കരളിലുള്ള കമ്മിറ്റ്മെന്റ്സിന് ശേഷം ഈ ഒരു പടത്തിന് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കൊച്ചു മലയാള സിനിമയായിരുന്നു ബാലൻ എന്ന ചിത്രം. ഏകദേശം 18 കോടി രൂപ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. പടം 7 ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് 10 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 75 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് ഏകദേശം 1.5 കോടി രൂപയോളം ചിത്രത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 13 കോടി രൂപ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. ഓവർസീയിൽ നിന്ന് 8 കോടി രൂപയും അങ്ങനെ ടോട്ടൽ വാല്യൂ ആയിട്ട് 21 കോടി രൂപ ചിത്രം ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്ക ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പദയാത്ര എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പടത്തിൻ്റെ ഡ്യൂറേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂർ 53 മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. ലാലേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് വൺ ആണ് അതിമനോഹരം എന്ന ചിത്രം. തരൺമൂർത്തിയാണ് ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ 24 ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഇന്നലെ ഒഫീഷ്യൽ പോസ്റ്റർ വഴി ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിൻ്റെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലുള്ള ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ ഇപ്പോൾ നടന്നു പോകുന്നത്. ആര്യയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു സർപ്പാട്ട പരമ്പര എന്ന ചിത്രം. പടത്തിൻ്റെ ഒരു 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ഷൂട്ടും പരിപാടികളും വർക്കൊക്കെ തന്നെ നെക്സ്റ്റ് മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു പടത്തിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ പുതിയ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. രജനീകാന്തിൻ്റെ ലീഡിൽ അശ്വിൻ മാരിമുത്തുവിൻ്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ധർമ്മൻ എന്ന പടം. പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാസീവ് ഇൻട്രോ സോങ്ങിൻ്റെ ഷൂട്ടായിരുന്നു നടന്നിട്ടുള്ളത്. അതും സാൻഡി മാസ്റ്ററിൻ്റെ കൊറിയോഗ്രഫിയിൽ. ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു ഷെഡ്യൂളിൽ തന്നെ ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസ് ഒക്കെ തന്നെ ഷൂട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലോകേഷിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് DC എന്ന പടം. ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഈ വരുന്ന ജൂലൈ 31 ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദിലീപേടൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നീക്കം എന്ന ചിത്രം. പടത്തിൻ്റെ റിലീസ് ഈ വരുന്ന ജൂലൈ 4 അല്ലെങ്കിൽ ഈ ഒരു ജൂലൈ മാസം തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് അതിനെല്ലാം ഇപ്പോൾ വലിയൊരു പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ഒരു മദ്രാസ് ഹൈക്കോടതിയാണ് ഈ ഒരു പടത്തിന് ഇപ്പോൾ സ്റ്റേ കൊടുത്തിട്ടുള്ളത്. പൃഥ്വിരാജിന് തന്നെ വിലായത് ബുദ്ധ എന്ന ചിത്രം തിയേറ്റർ
തിയേറ്റർ റിലീസായി വലിയ രീതിയിലുള്ള പരാജയമായി ഭയങ്കര രീതിയിൽ ലോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിന് അതേ പ്രൊഡ്യൂസറായിരുന്നു ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പടത്തിൻ്റെ ആ ഒരു വലിയ ലോസ് ഒന്ന് ഫിനാൻഷ്യലി മൊത്തത്തിൽ ഒന്ന് സെറ്റിലാക്കിയതിന് ശേഷം ഈ ഒരു പടത്തിന് ഇനി റിലീസൊക്കെ ഉണ്ടായിരിക്കുമോ എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. താൽക്കാലികമായിട്ടാണ് മേ ബി ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചാലും കുറച്ചുകൂടെ വൈകുമെന്നുള്ള കാര്യം ഇതിലൂടെ തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. എസ് രാജമൗലി എന്ന ഡയറക്ടർ ഇപ്പോൾ ഇന്ത്യൻ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഏകദേശം ഒരു 10, 12, 13 സിനിമ ഡയറക്റ്റ് ചെയ്തത് എല്ലാ പടവും ഹിറ്റായി ഒരു പടം പോലും പരാജയപ്പെടാത്ത ഒരു ഡയറക്ടറാണ്. ആ ഒരു ഡയറക്ടറുടെ ലേറ്റസ്റ്റ് പടമാണ് വാരണാസി. പടത്തിൻ്റെ ഏകദേശം ഒരു 90% ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയി. ഉടനെ തന്നെ ഈ ഒരു പടം ഒഫീഷ്യലി പാക്കപ്പ് ആകുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു പടത്തിന് ശേഷമുള്ള നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാണെന്നറിയാൻ എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനെപ്പറ്റിയുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അടുത്ത പടത്തിൽ രാംചരനായിരിക്കും നായകനെ എത്താൻ പോകുന്നതെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളാണ്. നേരത്തെ അല്ലു അർജുനൊക്കെ തന്നെ വരുമെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.